ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ശരിക്കും ചെയ്യുമ്പോൾ എല്ലാ കാര്യവും നല്ല പെർഫെക്റ്റായിട്ട് നല്ല പൂർണ്ണതയിൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു പൂർണ്ണത പ്രാപിക്കാനുള്ള ഒരാഗ്രഹം ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ലോകത്തിൽ നമുക്കറിയാം, അതായത് പൂർണ്ണത പ്രാപിക്കാനുള്ള ആഗ്രഹത്തിൽ പല മനുഷ്യരും ദൈവാന്വേഷണം തുടങ്ങി, പലതിനും അതിൻ്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കാതെ നിൽക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ പല വ്യക്തികളും വന്ന് ചോദിക്കുന്നുണ്ട്, നിത്യജീവന അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പൂർണ്ണത പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സ്വർഗത്തിലെത്താൻ ഞാൻ എന്ത് ചെയ്യണം? ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നമ്മൾ ശരിക്കും പൂർണ്ണത പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? അതാണ് ഇപ്പോൾ തന്നെ വൈദികനാകുന്ന സമയത്ത് ഒരു വൈദികൻ്റെ ആ ഒരു പൂർണ്ണത അതിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുടുംബജീവിതത്തിൽ ചില കുറവുകളൊക്കെ ഉണ്ടെങ്കിലും സംഗതി ആ കുടുംബജീവിതത്തിൻ്റെ ഒരു പൂർണ്ണത നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനത്തെ ഒരു സംഗതിയാണ്. നമ്മുടെ മനസ്സിൽ ദൈവത്തോടെത്താനുള്ള ആ പൂർണ്ണതയ്ക്ക് ലയിക്കാനുള്ളൊരു അഭിവാഞ്ച നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 5:48. ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ തുറന്നെടുക്കാവോ? നമുക്ക് സ്ക്രീനിൽ വചനങ്ങൾ വരും, എന്നാലും നമ്മൾ ബൈബിളുകൾ തുറന്ന് വായിക്കുന്നത് നല്ലതാണ്. ഈ വചനങ്ങളെല്ലാം നിറവേറും. മത്തായി 5:48. നമുക്ക് സ്ക്രീനിൽ നോക്കി എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഉറക്കെ നന്നായിട്ട് അങ്ങ് വായിക്കാം. ഒരുമിച്ച് വായിച്ചോ. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണ്ണരായിരിക്കുവിൻ. മത്തായി 5:40 വചനം പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണ്ണരായിരിക്കുവിൻ. അവ സഹോദരങ്ങളെ, പൂർണ്ണത പ്രാപിക്കാനായിട്ടുള്ളൊരു ക്രൈറ്റീരിയൻ കർത്താവ് വെച്ചിട്ടുണ്ട്. വി ആർ ദ ഇൻഫിനിറ്റ് ബീയിങ് ആൻഡ് ഗോഡ് ഈസ് എ ഫൈനൈറ്റ് ബീയിങ്, വി നോ. അത് അപൂർണനായ മനുഷ്യൻ പൂർണ്ണനായ ദൈവത്തെ പോലെ ആയി തീരണം. അവർക്ക് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താ പറയുക? അത് ദൈവത്തിന്റെ സ്ഥാനം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാച് ലൂസിഫർ ദൈവത്തിന്റെ സ്ഥാനം കൈയടക്കാൻ വേണ്ടി നോക്കി. അതല്ല ഇവിടെ, മറിച്ച് അവൻ ദൈവത്തിനോട് ലയിക്കുകയാണ്. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ്, അതാണ് എൻ്റെ ക്രൈറ്റീരിയ. പൗലോസ് പറയും, നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. ഇത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം മനുഷ്യരിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കുമ്പോൾ എല്ലാം അതിൻ്റെ ഒരു പൂർണ്ണതയിൽ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുമുണ്ട്. നമുക്കറിയാം, ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കുറച്ച് മാന്തി അവിടെ കുറച്ച് കളിച്ച് ഇങ്ങനെയൊന്നല്ല. ഒരു കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ ഇങ്ങോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഉത്തരവാദിത്വം നമ്മൾ ജോലിക്കാരെ ഏൽപ്പിക്കുന്നത്, മാതാക്കാരുടെ മക്കളെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ വട്ടാലിച്ചാൽ ഈ ലൈവ് ഇത് ചെയ്യണം, അതിൻ്റെ പൂർണ്ണത ചെയ്യണം, അതിന് വേണ്ടി അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നൊരു പൂർണ്ണതയിൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അത് ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്നാണ് ഈ ആഗ്രഹം വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും വചനത്തിൽ ഇങ്ങനെ വെളിപ്പെടുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ, ഗോസ്പൽ ആസ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 10:27. ലൂക്ക 10:27. നമുക്ക് സ്ക്രീനിൽ നോക്കി ഒരുമിച്ച് നന്നായിട്ട് അങ്ങോട്ട് വായിക്കാം. ഒരുമിച്ച് വായിച്ചാലോ? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട്
പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. പറയാവോ ഹല്ലേലൂയ? 4 പൂർണ്ണ എന്നുള്ള വാക്ക് വെച്ചിരിക്കുക. പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി, അങ്ങനെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. പൂർണ്ണ ഹൃദയം. അപ്പോൾ ഒരു വിഭജിക്കപ്പെട്ട ഹൃദയം അല്ല, ഒരു പൂർണ്ണ ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വർഗസ്വനായ പിതാവ് പരിപൂർണ്ണമായിരിക്കണം, പരിപൂർണ്ണമായിരിക്കണം. പിന്നെ എല്ലാം നമ്മുടെ പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സ്, അങ്ങനെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഇനി നമ്മളിപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അല്ല ദൈവത്തെ അന്വേഷിക്കുമ്പോഴോ ഇതൊക്കെ ഒരു പൂർണ്ണ ഹൃദയത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അടുത്ത വിഷയം. അതുകൊണ്ടാണ് സഹോദരങ്ങൾ ജെറമിയ പ്രവചനത്തിൽ ഒരു വചനമുണ്ട്. ജെറമിയ പ്രവചനത്തിൽ 29-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ജെറമിയ 29:13. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 29 വേഴ്സ് 13. ജെറമിയ 29:13. നമുക്ക് ഒരുമിച്ച് ഉറക്കെ പവർഫുള്ളായിട്ട് നന്നായിട്ട് അങ്ങ് വായിക്കാം. ചേർന്ന് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ആ നന്നായിട്ട് ഒന്നുകൂടെ വായിച്ചോ. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പിന്നെ മിണ്ടനുള്ള കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. അപ്പൊ സഹോദരങ്ങളെ, അപ്പൊ നോക്കിയേ, നമ്മളിപ്പോ ഈ പ്രാർത്ഥന കഴിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, പിന്നെ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമായി? മിണ്ടുമില്ല. ആരുടെ ഉത്തരവാദിത്തം? ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമായി. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക. പിന്നെ പറയുമ്പോൾ സഹോദരങ്ങളെ, ദൈവത്തെ നമുക്ക് അനുഭവിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അതൊക്കെ ചെയ്തു തരാൻ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. ദൈവത്തിൻ്റെ കോർട്ടിൽ കയറി നമ്മൾ കളിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കിയ സഹോദരങ്ങളെ, അപ്പൊ നമ്മളെല്ലാവരും മനുഷ്യ ദൈവത്തെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല. പൂർണ്ണ ഹൃദയം ഉണ്ടോ നോക്കണം. അപ്പൊ എന്ത് കാര്യം ദൈവത്തിന് മുമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആ ആബേലും കാര്യങ്ങൾ ബലിയർപ്പിക്കാൻ ചെയ്തു അല്ലേ? ആബേൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് അത് ശരിക്കും കർത്താവിനുണ്ടെങ്കിൽ സമ്പൂർണ്ണ ഹൃദയത്തോടെ എന്തായി അവന്റെ ദേവാനോടെ കായാൻ കണ്ട പൊട്ടിപ്പൊളിഞ്ഞതും അത് ഇതൊക്കെ കുറച്ച് വാരിക്കൂട്ടി കൊണ്ടേക്ക് എടുത്ത് ഒരനുഭവം ഉണ്ടായില്ല. അപ്പൊ അതിന് ആസ എന്ന് പറഞ്ഞ രാജാവുണ്ട്. അവൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അവനെല്ലാം ദൈവം പറഞ്ഞതെല്ലാം തട്ടി അവന് ഭാഗികമായിട്ട് ചെയ്തു കാര്യമില്ല. ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് ലോകത്തോടെ പകുതി സമർപ്പണം, പിന്നെ ദൈവത്തെ പകുതി സമർപ്പണം നടക്കില്ല. അതുകൊണ്ട് പൂർണ്ണ ഹൃദയം, പൂർണ്ണ അന്വേഷണം, പൂർണ്ണ സ്നേഹം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്താണെന്നറിയാവോ? അച്ഛൻ ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് പൂർണ്ണത പ്രാപിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്, പൂർണ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പിന്നെ പൂർണ്ണമായിട്ട് അന്വേഷിക്കാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണ്ണമായിരിക്കുന്നത് പോലെ പരിപൂർണ്ണ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഞങ്ങൾ കുറേ നാളെ ഈ പൂർണ്ണത പ്രാപിച്ച കുറേ നാളെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത് എന്താ ചെയ്യേണ്ടത്, വഴി എന്താ വെച്ചാൽ പറഞ്ഞാ അതല്ലേ നിങ്ങളുടെ ചിന്ത? അവർക്ക് പറ ഹല്ലേലൂയ. അതിന് വഴിയുണ്ടല്ലോ, വളരെ എളുപ്പമുള്ള വഴികൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. അതായത് നമ്മൾ ശരിക്കും പൂർണ്ണത പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നോട്ട്ബുക്ക് ഉണ്ടോ, ടാബുണ്ടോ, വേഗം കുറിച്ചോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകിയല്ല, പക്ഷെ ന്യായവിധിക്ക് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം എല്ലാം ശരിക്കും മനസ്സിലാക്കിയോളാം. പറഞ്ഞു ഹല്ലേലൂയ. പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എഴുതി വെച്ചോ. ഒന്നാമത്തെ കാര്യം നിയന്ത്രിക്കുക. എഴുതി വെച്ചോ, സംസാരത്തെ നിയന്ത്രിക്കുക. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ദൈവം ഒരു കാര്യം എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴിയും കൂടെ ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ വഴി നമ്മൾ പോയി തപ്പി കണ്ടുപിടിക്കണം. സ്വർഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന വഴിയാണ് ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് തപ്പി മാന്തി കണ്ടുപിടിക്കണം. പൂർണ്ണ പ്രാപിക്കാൻ പറഞ്ഞാൽ പൂർണ്ണ പ്രാപിക്കാൻ വഴി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ സംഗതിയാണ് സംസാരത്തെ നിയന്ത്രിക്കുക. അതെവിടെ വായിക്കുന്നത്? യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 2-ാമത്തെ വാക്യം. ലെറ്റർ ഓഫ് സെന്റ് ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 2. ബൈബിൾ അവസാന ഭാഗത്താണ് കേട്ടോ, സെന്റ് ജെയിംസ് 3:2. ഇപ്പൊ നിങ്ങൾ എടുക്കുന്നേക്കാൾ കൂടുതൽ ഞങ്ങൾ സ്ക്രീനിൽ പ്ലേ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. പറ ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല,
ഇതൊക്കെ ഞാൻ ഇപ്പം അങ്ങോട്ട് പറയുമ്പോൾ നമ്മുടെ സഹോദരന്മാർ പെട്ടെന്ന് അത് ക്രമയാക്കാം. അടുത്ത പ്രാവശ്യം ശരിയാക്കണം കർത്താവേ. അവർക്ക് ഹല്ലേലൂയ. എന്തായാലും ആ വചനം അങ്ങോട്ട് വായിച്ചു. യാക്കോബ് 3:2 ഒരുമിച്ച് ഉറക്കം നന്നായിട്ട് വായിക്കണം. സഹോദരന്മാർ ഇവിടുന്ന് വായിക്കും, പിന്നെ നിങ്ങൾ വായിക്കും. വായിച്ചോ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ഞാൻ ഒന്നുകൂടെ വായിക്കാം. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയാണ് സംസാരത്തിൽ തെറ്റ് വരുത്താത്ത ഏവനും പൂർണ്ണനാണ്, ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ഇനി ഇങ്ങോട്ട് നോക്ക്. അപ്പൊ സഹോദരങ്ങളുടെ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കണം. ഇപ്പൊ ചില ആൾക്കാർ വരെന്നറിയോ, അങ്ങനെ ഇപ്പൊ നിയന്ത്രിച്ചിട്ട് എനിക്ക് പൂർണ്ണത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആനേനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ വിദേശത്തൊക്കെ ആയപ്പോ കാണാൻ സാധ്യതയില്ല. പണ്ട് കേരളത്തിൽ ആയിരുന്ന സമയത്ത് കണ്ടത് ഓർത്ത്. ഈ ആനേനെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ആനേനെ എന്ന് പറയാൻ പാടില്ല. ആനയെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ആനയെ കൊണ്ടുവന്ന സമയത്ത് ആ പാപ്പാൻ്റെ തോട്ടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ തോട്ടി പിടിച്ചിട്ടുണ്ടല്ലോ, മാതിരി വലിയ ആനയുടെ ആ ചെവിടയിലിട്ടിട്ട് ആ ചെവിട്ട് രണ്ടുപിടുത്തം ആന അവിടെ നിൽക്കും. ആനയെ നിയന്ത്രിക്കും. ഇത്രയും വലിയ ശരീരമുള്ള മറ്റേത് മെഷീനാണ് നിങ്ങൾ വിചാരിക്കണം. അതായത് ഇപ്പോൾ വിമാനം അല്ലെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കുന്ന സ്വിച്ച് ഇട്ട് അത് സംബന്ധിച്ചു, അത് മെഷീൻ. ഇതെന്താ? ജീവനുള്ള സംഗതിയാണ്. ജീവനുള്ള ഇത്രയും വലിയ ശരീരമുള്ള ഈ ആനയെ നിയന്ത്രിക്കാൻ പാപ്പ തോട്ടിയെടുത്ത് രണ്ട് പിടുത്തം പിടിച്ച് അങ്ങനെ നിന്നു എന്ന് പറയുന്നത് പോലെ വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു തോട്ടി ഉണ്ടാക്കി ഈ കൈ പിടിച്ചുകൊണ്ട് നടക്കണം. എന്നിട്ടോ ഇടയ്ക്കിടയ്ക്ക് നാക്കിലിട്ട് പിടിക്കണം. ഹല്ലേലൂയ. ചില ചിന്തിക്കുന്നത്, അച്ഛാ ഞാനൊരു തോട്ടി ഉണ്ടാക്കിയിട്ട് എൻ്റെ ഭാര്യയുടെ നാക്കിൽ ഇടയ്ക്കിടയ്ക്ക് പിടിക്കും, അല്ലെ മക്കളെ. അല്ല, ഇത് അവനോനുള്ള തോട്ടിയാണ് ഉണ്ടാക്കേണ്ടത്. അവർക്ക് പറയാം ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ? നിന്റെ ജഡികാസിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ? നിന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ? നിനക്ക് നേരെ ചൊവ്വേ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ? നിനക്കൊരു ചെറിയ കൊച്ചിനെ പോലെ നല്ല കണ്ണ് നോക്കാൻ വേണ്ടി പറ്റുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്നോട് യേശു ക്രിസ്തു പറയുന്നു, നിന്റെ സംസാരത്തെ, നിന്റെ നാവിനെ നീ നിയന്ത്രിക്കുക. അതുകൊണ്ടാണ് കർത്താവ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ വായ്ക്ക് പൂട്ടും താക്കോലും നിർമ്മിക്കുക. നിന്റെ വായ്ക്ക് പൂട്ടും താക്കോലും നിർമ്മിക്കുക. സംസാരത്തെ തെറ്റുവരുത്താത്ത ഏവൻ പൂർണ്ണനാണ്. ഈ സംസാരത്തിൽ തെറ്റ് വരുന്നത് ഗ്രാമർ മിസ്റ്റേക്കിനെ കുറിച്ചല്ല. ഞാനിപ്പോൾ കുറച്ച് ഇംഗ്ലീഷിൽ കുറച്ച് ഡെലിവേഴ്സ് ഒക്കെ മുമ്പ് നടത്തി, അതിനൊരു ഗ്രാമറും ഇല്ല, നിങ്ങൾ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതല്ല ഉദ്ദേശിക്കുന്നത്, ആ തെറ്റിനെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട, മറിച്ചുണ്ടല്ലോ, നിനക്കൊരു വകതിരിവ് വേണം എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രേരിതമായിട്ട് നീ നാവ് തുറക്കാവുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യർ ലേഖനത്തിൽ കർത്താവ് വചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഉന്നതിക്ക് ഉതകം വിധം നീ നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കണം. മറ്റുള്ളവരുടെ ഉന്നതിക്ക് ഉതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കണം. അല്ലാതെ എൻ്റെ സഹോദരങ്ങളെ, ഒരു പൂട്ടും അല്ല, ഒരു താക്കോലും, ഒരു കൺട്രോൾ ഇല്ല, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ വായി വരുന്ന കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും പെരുമാറുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ പൂർണ്ണത പോയിട്ട് ഒരു സംഗതി പോലും പ്രാപിക്കുകയില്ല. അത് വൈദികനായാലും സിസ്റ്ററായാലും അന്മാനായാലും യവനായാലും. അവർക്ക് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ആഗ്രഹമുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ആഗ്രഹമുണ്ടോ? നിന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പരിപൂർണ്ണത ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഇന്ന് മുതൽ ഒരു തീരുമാനം എഴുതിയേക്കണം. അത് ബുക്കിൽ എഴുതി വെച്ച കാര്യം നിന്റെ ചങ്കിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് എഴുതണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരൻ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ജീവിക്കുന്ന വചനം കൊണ്ട്, എൻ്റെ വചനം കൊണ്ട് എഴുതപ്പെട്ട ലിഖിതമാണ് നിങ്ങൾ. നിങ്ങൾ ദൈവത്തിന്റെ ജീവിക്കുന്ന വചനം കൊണ്ട് എഴുതപ്പെട്ടവരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ കുറ്റം പറയില്ല, നുണ പറയല്, കുറ്റാരോപണ കുറ്റം, ഒരുപാട് തരത്തിലുള്ള സംഗതികളില്ലെന്ന് അവൻ്റെ പുകഴ്ത്തി പറയല്, ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് വേറൊരു സംസാരം, എന്തൊക്കെ സംഗതികളാണ് നാവിൻ്റെ പാപമായിട്ട് കിടക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ. മുഖസ്തുതി, വ്യാജം, നുണ.
Praise the Lord. Praise the Lord. അതുകൊണ്ട് സഹോദരങ്ങൾ, നിങ്ങൾ എല്ലാ കുർബാനയ്ക്ക് ചിലപ്പോൾ കുർബാനകൾക്ക് വായിക്കുന്ന 15-ാമത്തെ സങ്കീർത്തനമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ആരാണ് ദൈവഭവനത്തിൽ പ്രവേശിക്കുക, ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, ആരെന്റെ കൂടാരത്തിൽ വസിക്കും. അതിനുപറ്റി സംസാരത്തിൽ തെറ്റ് വരുത്താത്തവൻ, അപവാദം പറയാത്തവൻ, പരദോഷം പറയാത്തവൻ, രഹസ്യം സൂക്ഷിക്കുന്നവൻ, അവനെ സ്വരാജ്യത്തിൽ പ്രവേശിക്കണം. അവന് പൂർണ്ണനാണ്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾക്ക് കഠിനമായ കോപമുള്ളൊരു വ്യക്തിയാണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഫ്രാൻസിസ് ദെ സാലസ് ചിന്തിച്ചു നോക്ക്. കഠിനമായ കോപക്ഷനായിരുന്നു ഫ്രാൻസിസ് ദെ സാലസ്. എന്നാൽ എന്താ ഈ ഭൂമിയിൽ ഏറ്റവും ശാന്തമായ വ്യക്തിത്വമായിട്ട് മാറി. നീ ദൈവത്തെ ആശ്രയിച്ചാൽ നിന്റെ സംസാരത്തെ നിയന്ത്രിക്കാൻ പറ്റും. നീ കുറേ കാര്യങ്ങൾ എൻ്റെ പ്രിയ വേണ്ടാന്ന് വെക്കണം. കുറേ കാര്യം മനസ്സ് സമഗ്രഹിക്കുക. പരിശുദ്ധ അമ്മ, നിങ്ങൾ ശ്രദ്ധിക്കുക, പരിശുദ്ധ അമ്മ ധ്യാനിക്ക്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ബൈബിളിൽ എൻ്റെ സഹോദരൻ 7 കാര്യങ്ങൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പരിശുദ്ധ അമ്മ കേട്ടതായി എഴുതിയിട്ടുള്ളൂ. She heard only the 7 things from heaven. And മാത്രമല്ല 7 കാര്യങ്ങൾ മാത്രമേ പരിശുദ്ധ അമ്മ ബൈബിളിൽ സംസാരിച്ചായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ച്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. നമ്മൾ സംഗ്രഹിക്കുക. അപ്പോഴെന്നറിയാം, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, മാതാക്കന്മാർ വഴക്ക് പറഞ്ഞ് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ പറഞ്ഞാൽ പിന്നെ 2 ദിവസം മൗനം ഓഫായിട്ട് നടക്കും. ആ മൗനം അല്ലത്. ഞാനെല്ലാം സംഗ്രഹിച്ചുകൊണ്ടിരിക്കുക. സംഗ്രഹിക്കുക, നിത്യനരകത്തിൽ ചെല്ലുമ്പോൾ കാണാം സംഗ്രഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും ഉണ്ടല്ലോ, ഈ ശരീരത്തെ അല്ലെങ്കിൽ പൂർണ്ണത പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ട 2ാമത്തെ ഒരു കാര്യമുണ്ട്. എഴുതി വെച്ചോ, 2ാമത്തെ കാര്യം. പൂർണ്ണത പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ട 2ാമത്തെ കാര്യം. സമയം കുറവാണ്, പെട്ടെന്നോട്ട് നിർത്തിക്കോ. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. 2, you have to sell whatever you have. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എവിടെയാണ് അതിനെ പഠിപ്പിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. Gospel of St. Matthew chapter 19 verse 21. റീഡ് ടുഗദർ. എല്ലാവരും നോക്കി. നിങ്ങൾ ശരി, കുട്ടികൾക്ക് വെച്ചാൽ മലയാളം അറിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇംഗ്ലീഷ് ബൈബിളിൽ തുറക്കി അങ്ങോട്ട് വായിച്ചോ. പിന്നെ ഇതിപ്പോൾ മലയാളത്തിൽ നിന്ന് ഇട്ടു വായിക്കാം. ഒരുമിച്ച് ഉറക്കം വായിക്കാം. വായിച്ചോ. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഒരു ധനികനായ യുവാവാണ്. അവനോട് കർത്താവ് പറഞ്ഞു, നിത്യജീവന ആവശ്യകത എന്ത് ചെയ്യണം, പൂർണ്ണത പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യത്തിന്റെ. കർത്താവ് പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശരിക്കും നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നീ പൂർണ്ണനാഗ്രഹിക്കാൻ നിനക്കുള്ളതെല്ലാം നീ ദരിദ്രർക്ക് കൊടുക്കുക. അവൻ പറഞ്ഞു, അതേ, അങ്ങനത്തെ പൂർണ്ണത ഇപ്പം എനിക്ക് വേണ്ട. എൻ്റെ സഹോദരങ്ങളെ, ബൈബിൾ വചനം പഠിപ്പിക്കുകയാണ്, അവൻ സങ്കടത്തോടുകൂടെ തിരിച്ചുപോയി. അവൻ സങ്കടത്തോടുകൂടി തിരിച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം പേര് ധ്യാനം കൂടാൻ വേണ്ടി വരുന്നുണ്ട്, അനേകം പേര് കൺവെൻഷൻ കൂടുന്നുണ്ട്, അനേകം പേര് വെബ് ലൈവ് കാണുന്നുണ്ട്, അനേകം പേര് ഓൺലൈനിലൂടെ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. എന്നിട്ട് ശുശ്രൂഷ കഴിഞ്ഞിട്ട്, ധ്യാനം കഴിഞ്ഞിട്ട്, പ്രാർത്ഥന കഴിഞ്ഞിട്ട് അനേകം മനുഷ്യര് വന്നതുപോലെ സങ്കടത്തോടെ തിരിച്ചു പോവാണ്. ബൈബിൾ വചനപ്രകാരം ദേവാലയത്തെ സങ്കടവുമായിട്ട് വന്ന ഒരു വ്യക്തി പോലും സങ്കടത്തോടെ തിരിച്ചു പോകാനായിട്ട് ബൈബിളിൽ ഇല്ല, അല്ലേ? ബൈബിൾ എത്രയോ വ്യക്തികളുടെ സങ്കടത്തോടെ ദേവാലയത്തെ, ഹന്ന സങ്കടത്തോടെ വന്നു, സന്തോഷത്തോടെ തിരിച്ചുപോയി, അല്ലേ? എത്രയോ മനുഷ്യർ ബൈബിളിൽ സങ്കടത്തോടെ വന്ന ഒരൊറ്റ വ്യക്തി പോലെ സങ്കടം തിരിച്ച് ബൈബിളിൽ ഇല്ല എൻ്റെ സഹോദരങ്ങളെ. എന്നാൽ അനേകം മനുഷ്യർ ദേവാലയത്തിൽ വരുന്നു, പ്രാർത്ഥിക്കാൻ വരുന്നു, സങ്കടത്തോടെ വരുന്നു, സങ്കടത്തോടെ തിരിച്ച്. എന്താ കാരണം? ദൈവവചനം കേൾക്കാൻ തയ്യാറല്ല, ദൈവവചനം അനുസരിക്കാൻ തയ്യാറല്ല, എല്ലാത്തിലും സംബന്ധിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. പക്ഷേ വചനം നിന്റെ ചങ്കിനെ കീറിമുറിക്കാൻ തക്ക നീ ചങ്ക് തോന്നുന്നു കൊടുക്കുന്നുണ്ടോ? ഈ വചനം ഇത് സജീവ ഊർജ്ജസ്വലമായ വാളാണ്. ഇത് മജ്ജയിലും മാംസത്തിലും തുളച്ചു കിടന്ന് നിന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ വേർതിരിക്കുന്ന സംഗതിയാണ്. അതിന് തയ്യാറാണോ? നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വിശുദ്ധ അങ്ങ് പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട.
പണ്ടൊക്കെ ഞാൻ ചില പറഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് മയപ്പെടുത്തി പറയാം. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരൻ, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക. ഈ വചനത്തെ ഡൈല്യൂട്ട് ചെയ്തിട്ട് പരിപാടിയിൽ വെള്ളം ചേർക്കുന്ന പരിപാടിയില്ല വചനത്തിൻ്റെ കാര്യത്തിൽ. യേശുക്കത്തോ ആ വിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രബോധനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറേ മനുഷ്യർ അയ്യോ ഇത് വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം പറഞ്ഞാൽ പോകണ്ട പോട്ടെ, ഒരു തരത്തിലുള്ള ഒരു there is no alternation in the word of God. അതിനകത്തൊരു മായം ചേർക്കൽ വെള്ളം ചേർക്കലില്ല. വെട്ടൊന്ന മുറി രണ്ട്, അതാണ് വാളിന്റെ പ്രത്യേകത. വചനം വാളാണ്, വെട്ടൊന്ന മുറി രണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. പറഞ്ഞ ഹല്ലേലൂയ, പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കാര്യം ചിന്തിച്ച് നോക്ക്. ഫ്രാൻസിസ് അസീസിക്ക് പൂർണ്ണനാകാൻ ആഗ്രഹം കിട്ടി കഴിഞ്ഞപ്പോൾ അവൻ തനിക്കൊന്നെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു. എന്നിട്ടെന്തായി? അപ്പൻ കയ്യോടെ പിടികൂടി. എന്നിട്ട് പറഞ്ഞു ഈ ഇട്ടിരിക്കുന്ന ഗൗണി കുപ്പായ അതും കൂടെ ഊരിക്കൊടുത്തിട്ട് അവൻ ഇറങ്ങിയപ്പോ പൂർണ്ണത പ്രാപിച്ചില്ലേ? ഇന്ന് ലോകമെമ്പാടുമുള്ള എത്രയോ ഫ്രാൻസിസ്കൻ വൈദികരാണ് എൻ്റെ പ്രിയ, എത്രയോ ഫ്രാൻസിസ് ബ്രിഡ്ജായിട്ട് ജീവിക്കുന്ന എത്രയോ അൽമായരാണ് പൂർണ്ണത പ്രാപിച്ചു സ്വർഗത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ, അതുകൊണ്ടാണ് ആ വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ അറപ്പുരകൾ ഇരിക്കുന്ന ചെരുപ്പുകളും നിന്റെ അറപ്പുരകൾ ഇരിക്കുന്ന നിന്റെ അലമാരയിൽ ഇരിക്കുന്ന വസ്ത്രങ്ങളും അതെല്ലാം ഇല്ലാത്തവരുടേതാണ്, നഗ്നപാതരുടേതാണ്. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കയ്യിലുള്ളത് വിടാൻ തയ്യാറല്ല, പക്ഷെ പൂർണ്ണത പ്രാപിക്കാൻ ചെയ്യണം. നടക്കില്ല. എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നന്ന് വേണ്ടി ആഹാരവും വകയും വേണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ പരിപൂർണ ആശ്രയം ദൈവമായിട്ട് മാറണം. നിന്റെ പരിപൂർണ ആശ്രയം ദൈവമായിട്ട് വരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പറയാം ഹല്ലേലൂയ. പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി ബൈബിളിൽ കർത്താവ് നൽകിയിരിക്കുന്ന മൂന്നാമത്തെ ഒരു മാർഗമുണ്ട്. പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി ബൈബിളിൽ കർത്താവ് നൽകിയിരിക്കുന്ന മൂന്നാമത്തെ മാർഗം കുറിച്ച് വെക്കാവോ? മൂന്നാമത്തെ മാർഗം, പരീക്ഷകളെ അതിജീവിക്കണം. പരീക്ഷകളെ അതിജീവിക്കണം. പരീക്ഷകളെ അതിജീവിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷകളെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേരെ തെറ്റിദ്ധരിക്കരുത്, പരീക്ഷ എഴുതാതെ രക്ഷപ്പെട്ടു പോകുന്നതല്ല. പരീക്ഷകളെ അതിജീവിക്കൽ. ഈ പരീക്ഷയിലൂടെ പോയി പരീക്ഷയിൽ അങ്ങോട്ട് വിജയിക്കണം. അതാണ് പരീക്ഷയെ അതിജീവിക്കൽ. എഴുതാതെ പോകുന്നതല്ല. ചില പിള്ളേർ അങ്ങനെയാണ് സഹോദരൻ, പൊട്ടുമെന്ന് കണ്ട പിന്നെ എഴുതിയല്ല, എന്നിട്ട് 35-40 പേപ്പറുമായിട്ട് നടക്കുക. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. എവിടെ വചനം പഠിപ്പിക്കുന്നത്? യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 2-4 വാക്യങ്ങൾ. ലെറ്റർ ഓഫ് സെയിന്റ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 2-4. യാക്കോബ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-4 വാക്യങ്ങളിലാണ്. 2 മുതലുള്ള അങ്ങോട്ട് നമുക്ക് വായിച്ചു തുടങ്ങാം. നിങ്ങൾ ബൈബിൾ എടുക്കാവോ? ഇംഗ്ലീഷ് ബൈബിളോ മലയാളം ബൈബിളൊക്കെ എടുക്കാം. യാക്കോബ് സ്ലീഹ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിലാണ് കാണുന്നത്. വെളിപാടിൻ്റെ ഒക്കെ കുറച്ച് ഇപ്പുറത്തായിട്ട് വരും. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് സ്ക്രീനിലുണ്ട്. ഇച്ചിരി കുറച്ച് കൂടുതൽ വചനം വരാൻ വൈകിയത് നമുക്ക് ചേർന്ന് ഒരുമിച്ച് ഉറക്കം നന്നായിട്ട് വായിക്കാം. ചേർന്ന് അങ്ങ് വായിച്ചോ. എന്റെ സഹോദരനെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരാകുകയും എല്ലാം തികഞ്ഞു കഴിഞ്ഞവരാകുകയും. ഓർക്കെ പറയാം ഹല്ലേലൂയ. അത് കുറച്ച് ലോങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് വായിച്ച് ഫുള്ള് മനസ്സിലാക്കാൻ സാധ്യതയില്ല. ഞാൻ കുറേശ്ശെ വായിച്ചു തരാം. എൻ്റെ സഹോദരനെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം എന്ന കാര്യം ഇത് പൂർണ്ണതയ്ക്കുള്ള പണിയാ. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ബൈബിളിൽ ഒരു പ്രലോഭനം ഉണ്ടാകുന്ന നല്ലതാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? യോഗ്യത തിരിച്ചറിയാൻ പ്രലോഭനം ഉണ്ടാകുന്ന നല്ലതാണ് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഈ വചനം വായിച്ചപ്പോൾ ഇതിൻ്റെ അർത്ഥമൊക്കെ ശരിക്കും മനസ്സിലാകും. പ്രലോഭനം വരട്ടെ, വിവിധ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കും. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരായിരിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നിനക്ക് വിശുദ്ധിക്കെതിരെ ഒരു പ്രലോഭനം വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ചെയ്യുന്നതറിയാം, നിനക്ക് പൂർണ്ണത പ്രാപിക്കാൻ കർത്താവ് ഒരു അവസരം തരിക. നീ പ്രലോഭനം വരുമ്പോൾ ഹായ് എന്ന് പറഞ്ഞാൽ പ്രലോഭനത്തിന് ഇങ്ങോട്ട് പോ.
ഒരു പൂർണ്ണതയും കിട്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ട സഹോദരൻ, വചനത്തിന് നിനക്കൊരു പ്രലോഭനം വരുമ്പോൾ ഞാൻ ഓർക്കണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാനൊരു സംഭവം പറഞ്ഞുതരാം. അതായത് ഇവിടെ അഭിഷേകം നിശ്ചയിച്ച ആശ്രമം ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ആ ആശ്രമത്തിൽ ചേരാനിരിക്കുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് അതായത് അവള് ഒരു സ്പോർട്സിൽ അവൾക്ക് പിന്നെ എന്താ പറയുക ആദ്യത്തെ ഇതിലും സബ് ജില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ചാമ്പ്യൻഷിപ്പ് കിട്ടി. അങ്ങനെ ഡിസ്ട്രിക്ട് ലെവലിൽ അവൾക്ക് ഇതായി, അവൾ ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ സംസ്ഥാന മത്സരം ഞായറാഴ്ചയാണ്. നിങ്ങൾ എന്തെങ്കിലും ഡിസ്ട്രിക്ട് ഫസ്റ്റാണ് ഈ കുട്ടി. അവളെ അമ്മനും കൂടെ തീരുമാനം ഉണ്ടെന്നറിയാം. ഞാൻ കോൺവെൻറ്റിൽ ചേരാനിരിക്കുന്ന കുട്ടിയാണ്, ഞാൻ യേശുവിനോട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞ് അപ്പനും അമ്മയും എല്ലാം തീരുമാനിച്ചെടുത്ത് ഞാൻ ആ മത്സരത്തിൽ പോകുന്നില്ല. എന്തായാലും സഹോദരൻ, ഒരു പക്ഷേ സ്റ്റേജിൽ ഫസ്റ്റ് കണ്ട കുട്ടിയായിരിക്കും ചിലപ്പോൾ അത് പറയുന്നത് അറിയത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ നിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നീ എവിടെയാണ് നിൽക്കുന്നേ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കുമ്പസാരം കൊണ്ട് കാര്യങ്ങളൊക്കെ തീരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഈ അച്ഛൻ വന്നപ്പോൾ വലിയ പൊല്ലാപ്പാണ് ശാസിക്കുക അല്ല. എൻ്റെ സഹോദരൻ, വചനം നമ്മൾ മനസ്സിലാക്കേണ്ടേ, ഇല്ല നമ്മൾ എവിടെ എത്തും? ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ, നിന്റെ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സംഗതി വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിനക്ക് അതിനകത്ത് കൃപ കൊണ്ട് നീ നിറയാണ് ചെയ്യുന്നത്. പറയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മരിയാഗോരാത്തി ചിന്തിച്ചു നോക്ക്, എന്താ വിശ്വസിക്കുക അതേ പ്രലോഭനം അവൾ നിന്നില്ലേ? എന്തായി സ്ഥിതി? പൂർണ്ണത പ്രാപിച്ചില്ലേ? നാലാമത്തെ കാര്യം എഴുതി വെച്ചോ, പൂർണ്ണത പ്രാപിക്കാണ് നാലാമത്തെ കാര്യം. സഹനത്തിലൂടെ, 4, നീ സഹനത്തിലൂടെ പൂർണ്ണത പ്രാപിക്കണം. എവിടെ വചനം? ഹെബ്രായ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. ഹെബ്രായ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 8 and 9. നമുക്ക് ചേർന്ന് സ്ക്രീനിൽ നോക്കിയോ ബൈബിളിൽ നോക്കിയോ ഒക്കെ ഒരുമിച്ച് ഉറക്കി അങ്ങ് വായിക്കാം. ചേർന്ന് വായിച്ചോ. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു, പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. അപ്പൊ സഹോദരങ്ങളെ, പുത്രനായിരുന്നിട്ട് തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പിന്നെന്തായി? ഈ സഹനം വഴിയുള്ള അനുസരണത്തിലൂടെ അവൻ പരിപൂർണനാക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഒരുപാട് തരത്തിലുള്ള സഹനങ്ങൾ അനുവദിക്കപ്പെടുമ്പോ, വേദന അനുവദിക്കപ്പെടുമ്പോൾ, അപവാദങ്ങൾ അനുവദിക്കപ്പെടുമ്പോൾ, തിരസ്കരണങ്ങൾ അനുവദിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവരെ നിന്നെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് അപവാദം പറയുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, തലയുടെ പോയി കിടന്ന് കെട്ടിപ്പിടിച്ചിട്ട് ബാക്കോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് എടുക്കാൻ പഠിക്കണം. സഹനത്തിലൂടെ എൻ്റെ മകനെ നിന്റെ ജീവിതം പരിപൂർണനാക്കപ്പെടുകയുള്ളൂ. യേശുക്രിസ്തു എങ്ങനെയാ പരിപൂർണനാക്കപ്പെട്ടത്? തന്റെ കുരിശ് മരണം വഴി സഹനത്തിലൂടെ അനുസരണ പൂർണ്ണനാക്കപ്പെട്ടു. ഒരു വചനം കൂടെ പഠിക്കാം. ഹെബ്രായ ലേഖനം 2-ാമത്തെ 10-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 10. ഹെബ്രായ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഹെബ്രായർ 2:10 വായിക്കാം. ഹെബ്രായർ 2:10 ഒരുമിച്ച് വായിച്ചോ. ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കാം സഹോദരങ്ങളെ. അപ്പൊ യേശുവിനെ എങ്ങനെയാ പിതാവ് പരിപൂർണനാക്കപ്പെട്ടത്? പരിപൂർണനാക്കിയത് തന്റെ സഹനം പരിപൂർണനാക്കി. അപ്പൊ നിങ്ങൾക്ക് സഹനം നല്ലതോ ചീത്തയോ? ഹലോ, സഹനം നല്ലതോ ചീത്തയോ? മിണ്ടരുത് കേട്ടോ, ജന്മത്ത് മിണ്ടരുത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കാം. നമ്മുടെ കൊച്ചു ത്രേസ്യ 24 വയസ്സല്ലേ ജീവിച്ചത്. അതിന് വേദപാരംഗതയെ പരിപൂർണനാക്കപ്പെട്ടു. എങ്ങനെയാ? സഹനം വഴി അല്ലേ? നമ്മുടെ അൽഫോൺസ എങ്ങനെയാ? സഹനം വഴി പരിപൂർണനാക്കപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഒന്നും മറക്കരുത്. നിന്റെ ജീവിതത്തിൽ കുറച്ച് തിരസ്കരണ, അപവാദവും ഞെരുക്കവും അങ്ങനെ പലതരത്തിലുള്ള ഭർത്താവിൻ്റെ മദ്യപാനോ അല്ലെങ്കിൽ മകളുടെ ദുർനടപ്പും മകൻ്റെ കുറേ പ്രസംഗം ഇതൊക്കെ വരുമ്പോൾ എന്തിനാ എൻ്റെ സഹോദരങ്ങളെ? നിന്നെ ഒന്ന് പരിപൂർണനാക്കാനുള്ള ദൈവത്തിൻ്റെ പുറപ്പാടില്ലേ ഇത്? നീ അവിടെ കിടന്ന് വെപ്രാളം പിടിക്കാതെ നിങ്ങൾ പിടിച്ചു നിന്നേ. അത് പിടിച്ച് ഈ വചനങ്ങൾ വേണം. ഇത് പരിപൂർണമാക്കാനുള്ള മാർഗം അത് തിരിച്ചറിയണം.
അപ്പോൾ നോക്ക് സഹോദരൻ, സംസാരത്തിൽ നീ പരിപൂർണനാക്കപ്പെടും. നിനക്കുള്ള നീ ഉപേക്ഷിക്കുമ്പോൾ നീ പരിപൂർണനാക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഇപ്പോൾ അവസാനം നമ്മൾ കേട്ട്, സഹനത്തിലൂടെ നീ പരിപൂർണനാക്കപ്പെടും. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രലോഭനം ഉണ്ടാകുമ്പോൾ നീ അധികം നീ പരിപൂർണനാക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരിക്കാം. കണ്ണുകൾ അടച്ചിരുന്ന്, ദൈവമേ, കുരിശിൻ്റെ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അവിടുത്തെ മായാത്ത മുദ്ര ഞങ്ങൾ ഹൃദയത്തിൽ പതിപ്പിച്ച് ഉറപ്പിക്കണം. ഈശോ ഇപ്പോൾ കേട്ട ഈ 4 കാര്യങ്ങൾ പരിപൂർണരാക്കപ്പെടാനുള്ള മാർഗങ്ങൾ ദൈവമേ ഒരു മായാത്ത മുദ്രയായി ഞങ്ങൾ ഹൃദയത്തിൽ പതിപ്പിച്ച് ഉറപ്പിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ. ആമേൻ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ മാറാനാത്ത